Welcome to Plus 1 Mathematics classes, Chapter 6, Linear Inequalities. ആറാമത്തെ ചാപ്റ്റർ ലീനിയർ ഇനീക്വാളിറ്റീസ്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണിത്. ലീനിയർ ഇനീക്വാളിറ്റീസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നൊരു ചാപ്റ്റർ നമ്മുടെ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആ ഒരു ചാപ്റ്ററിലാണ് കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ വെറും ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ പകുതിയല്ല ഒരു 3/4 ഭാഗത്തോളം കാര്യങ്ങളും നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും ഗ്രാഫ് വരയ്ക്കാൻ അറിയാം, ഗ്രാഫ് കണക്ട് ഇതുകൊണ്ട് 2-3 പോയിന്റ്സ് കണക്ട് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ അറിയാം, അതുപോലെ ഈക്വൽ ടു സൈഡിലിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാനും അറിയാം. ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു 2-3 എക്സ്ട്രാ കാര്യങ്ങളും കൂടി ഇവിടെ ഇതിനകത്ത് പഠിക്കുന്നതേ ഉള്ളൂ. ലീനിയർ ഇനീക്വാളിറ്റി വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണിത്. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. ഇനീക്വാളിറ്റീസ് എന്താണ്? ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെസ് ദാൻ ഈക്വാളിറ്റി അറിയാം അല്ലെ. ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ഈക്വൽ സൈൻ ആണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ സൈൻ അല്ലാത്ത എന്തും നമ്മൾ ഇനീക്വാളിറ്റി എന്ന് പറയും. അതായത് നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതെല്ലാം ഇനീക്വാളിറ്റീസിന്റെ കൂട്ടത്തിൽപ്പെടുത്താം. ഇനി ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ് ലീനിയർ എന്നുള്ള വാക്ക്? ലൈൻ അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ആണ് ലീനിയർ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ലീനിയർ. അതായത് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയാൽ അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പൊ ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ലീനിയർ ഇക്വേഷനകത്ത്, സാധാരണ ലീനിയർ ഇക്വേഷനകത്ത് ഈക്വൽ ടു സൈൻ കാണും. ലീനിയർ ഇനീക്വാളിറ്റിയിൽ ഇതിലേതെങ്കിലും ഒരു സൈൻ കാണും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി ലീനിയർ ഇനീക്വാളിറ്റി നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എങ്ങനെ തിരിച്ചറിയാം? ഈ ഫസ്റ്റ് പവർ ഉള്ള ഇക്വേഷൻസിനെ എല്ലാം, അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിനെ എല്ലാം ലീനിയർ ഇക്വേഷൻസ് എന്ന് വിളിക്കാം. ഫസ്റ്റ് ഡിഗ്രി ഇനീക്വാളിറ്റികളെ എല്ലാം ലീനിയർ ഇനീക്വാളിറ്റി എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ax അല്ലെങ്കിൽ 3x plus 2, y is equal to 3x plus 2. ഇതിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾ വരച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതായത് ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാ? എക്സിന് ഇഷ്ടമുള്ള ഒരു പോയിന്റ് കൊടുക്കുക, എന്താണ് വൈക്ക് കിട്ടുന്നതെന്ന് നോക്കുക, അത് ഗ്രാഫിൽ ആ 2 പോയിന്റ്സും എക്സ് വൈ എന്ന പോയിന്റ് ഗ്രാഫിൽ പോയിന്റ് ഔട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്നുണ്ട് പ്രോബ്ലത്തിൽ, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അപ്പൊ y is equal to 3x plus 2 എന്നുള്ളതിന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഈ ഇക്വേഷനെ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കാം. ലീനിയർ, ഇത് ലൈനാണ് കിട്ടുന്നത്, അതുകൊണ്ട് ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇക്വേഷൻ എന്ന് വിളിച്ചത് ആ ഈക്വൽ ടു സൈൻ ഉള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x plus 2 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇനീക്വാളിറ്റി ആയിട്ട് പറയാം. ലീനിയർ ഇനീക്വാളിറ്റി, അതാണ് ഇനീക്വാളിറ്റി സൈൻ അതിനകത്ത് വന്നതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസിനെ നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ 2 വേരിയബിളിന്റെ പഠിക്കുന്നില്ല, ഒറ്റ വേരിയബിളിന്റെ പഠിക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഹെഡിങ്, ആൾജിബ്രായിക് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 1 വേരിയബിൾ. അപ്പോ അതിലേക്ക് കടക്കാം. അതെന്തായാലും ബേസിക് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിമ്പിൾസ് ആണ് നമ്മളെ ഇനീക്വാളിറ്റീസിന്റെ സിമ്പിൾസ്. അത് കണ്ടെയ്ൻ ചെയ്യുന്ന, അപ്പൊ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഇനീക്വാളിറ്റീസ് കണ്ടെയ്ൻ ചെയ്യുന്ന ലീനിയർ ഇക്വേഷൻസിനെ ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയുന്നു. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് y ഇല്ലാത്ത എക്സ് മാത്രമുള്ള ഒരു വേരിയബിൾ മാത്രമുള്ള ഇനീക്വാളിറ്റിയെ പറ്റിയാണ്. അപ്പൊ അതിന്റെ സൊല്യൂഷനും സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മളിത് പഠിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് ഓരോന്നോരോന്നായിട്ട്. ഹെഡിങ് ഇങ്ങനെയാണ്, ആൾജിബ്രായിക് സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ്. എന്തിനാ ആൾജിബ്രായിക് സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ? ആൾജിബ്രായിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഇങ്ങനെ എഴുതി ചെയ്യില്ലേ, 2x plus 4 is equal to 0. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എഴുതിയാണ് അല്ലെ. 2x ഒരു സൈഡിൽ എഴുതുന്നു, -4 അപ്പുറത്ത് കൊണ്ടുപോകുന്നു, x is equal to -4/2 which is equal to -2. ഇങ്ങനെ എഴുതി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇതുപോലെ എഴുതി ചെയ്യുന്നതിനെയാണ് ആൾജിബ്രായിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ എഴുതാതെ എങ്ങനെ ചെയ്യും? എഴുതാതെ ഗ്രാഫിക്കലായിട്ട് ചെയ്യാം. ഗ്രാഫിക്കൽ, അതായത് പടം വരച്ച് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരച്ച് ഈ 2x plus 1 ഒക്കെ വരച്ച് വെച്ച് എന്തായാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമായിരിക്കും. 2x plus 1 വരച്ചിട്ട് അതിനകത്തുനിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള 2 മെത്തേഡുകൾ, അതായത് ആൾജിബ്രായിക് സൊല്യൂഷനും ഗ്രാഫിക്കൽ സൊല്യൂഷനും, അതൊക്കെയാണ്
നമുക്ക് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ഗ്രാഫിക്കൽ സൊല്യൂഷൻ രണ്ടാമത്തെ പാർട്ടിലേക്കേ വരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ആൾജിബ്രായിക് സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് നോക്കാം ആൻഡ് ദെയർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇതെങ്ങനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം, സൊല്യൂഷനെ എങ്ങനെ ഗ്രാഫിക്കലായിട്ട് കാണിക്കാം എന്നുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കുന്നത് വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇനീക്വാളിറ്റി വരുമ്പോൾ ലെസ് ദാനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ഒക്കെ വരും. അപ്പൊ രണ്ടുകൂടെ ഒരുമിച്ച് വരത്തില്ല, ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ഒക്കെ വരും. നമുക്കിതിനെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഓരോ എക്സസൈസ് 6.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ആ ക്വസ്റ്റ്യന്റെ ഓർഡറിൽ തന്നെ ചെയ്തു പോകാം. അത് നമുക്ക് ചെയ്തു നോക്കാം, ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. എക്സസൈസ് 6.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, സോൾവ് 24x ലെസ് ദാൻ 100. അപ്പൊ ഈ ലെസ് ദാൻ വന്നപ്പോഴേ ഇതൊരു ഇനീക്വാളിറ്റി ആയി അല്ലെ. വെൻ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഇസ് ആൻ ഇൻഡിജർ. എക്സിന്റെ സ്വഭാവം രണ്ട് കേസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കേസിൽ എക്സ് നാച്ചുറൽ നമ്പർ ആണ്, മറ്റേ കേസിൽ എക്സ് ഇൻഡിജറും ആണ്. അപ്പൊ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. 24x is equal to 100 ആയിരുന്നെങ്കിൽ 24x is equal to 100 ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരുന്നു. x is equal to 100/24 അല്ലെ. നമുക്കൊരു 4 ഉണ്ട്, ഡിവൈഡ് ചെയ്യാം. 25/6 വന്നേനെ. x is equal to 25/6 വന്നേനെ. നമുക്ക് ഇതാണ്, ഇങ്ങനെയാണ് ഈക്വൽ ടു വന്നാൽ സോൾവ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ലെസ് ദാനും. 24x ലെസ് ദാൻ 100നെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ തന്നെ ചെയ്യണം. എക്സ് ഒരു സൈഡിൽ കൊണ്ട് കിടക്കുക, ലെഫ്റ്റ് സൈഡിലിട്ടിട്ട് 24നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. നമുക്ക് ഈ സിമ്പിൾ ലെസ് ദാൻ കൊടുക്കുക 100/24 which implies x less than 25/6. ഓക്കെ, ഇനി 25/6 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് പോയിന്റിലാക്കി നോക്കിയാലോ. പോയിന്റിലാക്കി നോക്കുമ്പോൾ ലെസ് ദാൻ എത്ര വരും? 4.10 വരും അല്ലെ. 10 1 4 വീണ്ടും 46 4.16 വരും. അപ്പൊ എക്സ് ലെസ് ദാൻ 4.16 എന്നുള്ളത് ഇങ്ങനെ എഴുതാം. എന്നിരുന്നാലും നമ്മൾ ഫസ്റ്റ് കേസിൽ നോക്കുക, എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ലെസ് ദാൻ 4.16 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ 4.16നെ കാട്ടി ചെറുതായ അല്ലെ, സിമ്പിൾ അങ്ങനല്ലേ, ചെറുതായ എക്സ് ചെറുതാണ്. എക്സ് കുത്തുകൊള്ളുന്നവൻ ചെറുത് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ലെസ് ദാൻ ആ ഒരു എക്സ് ലെസ് ദാൻ 4.16 ആണ്. 4.16നെ കാട്ടി ചെറുതാണ് എക്സ്. ചെറുതാണ് എക്സ് മാത്രമല്ല, എക്സ് ഒരു നാച്ചുറൽ നമ്പർ കൂടിയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും ആ സെറ്റ് നമ്പേഴ്സ്? എക്സിന്റെ നമ്പേഴ്സ് 1 2 3 4. 4.16ന് ചെറുതായ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 അല്ലെ. അപ്പൊ അതിനെ വേണമെങ്കിൽ ഒരു സെറ്റ് ആക്കി നമുക്ക് പറയാം. ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദിസ് ഇനീക്വാളിറ്റി ഈസ് സെറ്റ് 1 2 3 4. ഇത് ഈ സെറ്റ് ആണോ, ഇത് ഈ സെറ്റിന്റെ ചാപ്റ്റർ ആണോ എന്നൊക്കെ ചോദിക്കാം. അതിനകത്തൊന്നും കാര്യമില്ല, നമുക്ക് സൊല്യൂഷൻ എഴുതിയാൽ മതി. സൊല്യൂഷൻ സെറ്റ് ആയിട്ടാണ് കിട്ടിയത് അല്ലെ, ഒരേ നമ്പേഴ്സ് ആയിട്ടാണ് കിട്ടിയത്. ആ നമ്പേഴ്സ് നമ്മളൊരു സെറ്റ് ആക്കി എഴുതുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിനെ എങ്ങനെ എഴുതും? എക്സ് ഒരു ഇൻഡിജർ ആണ്, എക്സിന്റെ വാല്യൂ ഇത് തന്നെയാണ്. എക്സ് ലെസ് ദാൻ 4.16, പക്ഷേ എക്സ് ഒരു ഇൻഡിജർ ആണ്. എക്സ് ഇൻഡിജർ ആണെങ്കിൽ ഈ 1 2 3 4 എന്തായാലും ഉണ്ട്. ഇൻഡിജേഴ്സ് ആരൊക്കെയാ? കുറെ നെഗറ്റീവ് നമ്പേഴ്സ്, കുറെ പോസിറ്റീവ് നമ്പേഴ്സ്, അതായത് നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ ഒരു സീറോയും. അപ്പം ഉള്ള നെഗറ്റീവ് നമ്പേഴ്സ് മൊത്തവും കാണും അല്ലെ. നെഗറ്റീവ് എഴുതുന്ന നാച്ചുറൽ നമ്പേഴ്സോട് ചേർത്ത് നെഗറ്റീവിന് ചേർത്ത് വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്, അതായത് മൈനസ്. നമ്മൾ തന്നെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കത്തില്ല, ഇൻഡിജേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ മൈനസ് എക്സെട്ര ഇട്ടിട്ട് വരും. മൈനസ് ഇൻഫിനിറ്റി തൊട്ടേ തുടങ്ങും. -3 -2 -1 0 1 2 3 4 വരെ ഉള്ളൂ. 4 കൂടത്തില്ല. ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ലെസ് ദാൻ 4.16ന് ചെറുതായ ഇൻഡിജേഴ്സ് ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ കേസിൽ നമുക്ക് എക്സെട്ര ഇട്ടിട്ട് -3 -2 -1 0 1 2 3 4 വരെ ഉള്ളൂ. 4.16 ചെറുതായത് കൊണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് -12x ഗ്രേറ്റർ ദാൻ 30 when x is a natural number, x is an integer. അപ്പം നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ആ ഒരു ഇനീക്വാളിറ്റി മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്ക് എഴുതാം -12x ഗ്രേറ്റർ ദാൻ 30 which implies, നമ്മൾ സാധാരണ സോൾവ് ചെയ്തത് എക്സ് എല്ലാം ഒരു സൈഡിൽ ഇട്ടിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇനീക്വാളിറ്റി വരുമ്പോൾ, അതായത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒക്കെ വരുമ്പോൾ, ഈ ബാക്കി അപ്പുറത്ത് കൊണ്ടുപോകുന്നതിന്റെ കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇനീക്വാളിറ്റി അങ്ങ് ചേഞ്ച് ചെയ്യും. അതായത് ലെസ് ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ വരും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ വരും. നമുക്കറിയാം എന്തായാലും 3 ഗ്രേറ്റർ ദാൻ 2 ആണെന്നുള്ള കാര്യം അല്ലെ. 3 ആണ് വലുത് 2വിനേക്കാൾ. നമ്മളൊരു മൈനസ് സൈൻ അങ്ങ് കൊടുക്കുന്നു, രണ്ടിടത്തും മൈനസ് സൈൻ കൊടുക്കുന്നു. -3യും -2
ആരാണ് വലുത്? -2 ആണ് വലുത് അല്ലെ, -3 ചെറുതാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതാണ് ആ മെത്തേഡ്. നെഗറ്റീവ് റൂള്, നെഗറ്റീവ് സൈൻ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഗുണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ സൈൻ അങ്ങ് മാറുകയാണ്. ഈ ഒരു നെഗറ്റീവ് ഒരു ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പൽ തിരിഞ്ഞു വരികയാണ്, ലെസ് ദാൻ ആവുകയാണ്. ഇപ്പൊ നമ്മളിവിടെ ഈ മൈനസ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കൊണ്ട് രണ്ട് സൈഡും ഗുണിക്കുന്നു എന്നാണ് മീനിങ്. ഇത് ഇവിടെ ചെയ്ത അതേ മെത്തേഡാണ്. നെഗറ്റീവ് കൊണ്ട് രണ്ട് സൈഡും ഗുണിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഓട്ടോമാറ്റിക്കലായിട്ടും ഈ ലെസ് ഗ്രേറ്റർ ദാൻ അങ്ങ് മാറി ലെസ് ദാൻ ആകും. അപ്പൊ നമുക്കിവിടെ എക്സ് മാത്രം ഇട്ടേക്കാം. ലെസ് ദാൻ ആയി 30, ഈ -12നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി -12. ഓക്കെ, അപ്പൊ വിച്ച് ഇംപ്ലൈസ്, അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം ലീനിയർ ഇൻഇക്വാളിറ്റി ചെയ്യുമ്പോൾ. എക്സ് ലെസ് ദാൻ നമുക്ക് ഒരു എത്ര വെച്ച് ചെയ്യാം, ഇത് 6 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലെ, 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. മൈനസ് മേളിൽ പോവും, -5/2. എക്സ് ലെസ് ദാൻ -5/2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. -5/2 ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ -5/2നും ചെറുതായ നാച്ചുറൽ നമ്പർ ഉണ്ടോ? -5/2 ഒന്നും നാച്ചുറൽ നമ്പറേ അല്ല, അതിലും ചെറുതായ നാച്ചുറൽ നമ്പർ. നെഗറ്റീവ് നമ്പേഴ്സിന് ചെറുതായുള്ള നാച്ചുറൽ നമ്പർ ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല അല്ലെ. അപ്പൊ there is no solution set. First one, there is no solution set when x is a natural number. രണ്ടാമത്തത് x ഇന്റിജർ ആണ്. ഇതിന് താഴെ ഇന്റിജേഴ്സ് ഉണ്ട്. -5/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? -2.5 വരും അല്ലെ. -2.5ൽ താഴെയുള്ള ഇന്റിജർ എന്ന് പറഞ്ഞാൽ -3 വരെ എത്തി നിൽക്കും. -3 കഴിഞ്ഞിട്ടില്ല. അതായത് -∞ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് -∞ സ്റ്റാർട്ട് ചെയ്തു. -6, -5, -4, -3 വരെ നിൽക്കും. പിന്നെ അങ്ങോട്ട് പോകില്ല. കാര്യം -2.5 ചെറുതാണ്. -2.5 ചെറിയ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ -3 ആണ്. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ ഗ്രാഫിന്റെ ആ ലൈൻ അങ്ങ് വരച്ച് നോക്കിയാൽ മതി. ഇവിടെ 0, -1, -2, -3, -4. നമുക്ക് -2.5ൽ ചെറുതായിട്ടുള്ള നമ്പറിലെ വേണ്ടത്. -2 കിടക്കുന്നു. 2.5 ഇങ്ങോട്ട് പോകുമോ? ഇങ്ങോട്ട് പോകുമോ? ഇവിടെ ആയിരിക്കും -2.5 അല്ലെ. അതിൽ ചെറുതായ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ 3 വരെയുള്ള നമ്പേഴ്സ്, -3 വരെയുള്ള നമ്പേഴ്സ്. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? -∞ വരുക, വന്നിട്ട് -3 വരെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഇന്റിജേഴ്സിന്റെ സെറ്റ് ആണ് ഇത് എഴുതാൻ പറ്റിയത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് 3x + 2 ഗ്രേറ്റർ ദാൻ 2. 3x + 8 ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പൊ നമുക്കിവിടെ എക്സിന് ആദ്യം ഇവിടെ 3x ഇവിടെ കിടക്കട്ടെ. 3x ഗ്രേറ്റർ ദാൻ 8നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2 - 8 അല്ലെ, +8 അപ്പുറത്ത് പോകുമ്പോൾ -8. മൈനസ് മൊത്തത്തിലോട് എടുത്ത് പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ റൂള് ചേഞ്ച് ചെയ്യുന്നു, തിരിഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞത്. ദാറ്റ് ഈസ് 3x ഗ്രേറ്റർ ദാൻ -6. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു -x ഗ്രേറ്റർ ദാൻ ഈ 3 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം അല്ലെ. x ഗ്രേറ്റർ ദാൻ -6/3 is equal to -2. is equal to എന്ന് എഴുതിയത് ഇവിടെ ആയതുകൊണ്ടാണ്. ഇത് ഈക്വൽ ടു ആണ്. -6/3 ഈക്വൽ ടു ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എഴുതാം. രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വേണമെങ്കിൽ എഴുതാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. -2നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എഴുതാം. x ഗ്രേറ്റർ ദാൻ -2. അപ്പൊ ഇതിനെല്ലാം ഇംപ്ലൈ എന്നുള്ള സിമ്പിൾ കൊടുത്തേക്കണം. അത് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇംപ്ലൈ ചെയ്യുന്നു. x ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞാൽ എന്താ? -2ൽ നിന്ന് വലുതായുള്ള വാല്യൂ ആയിരിക്കും x എന്ന് പറഞ്ഞത്. ഫസ്റ്റ് വൺ x ഇന്റിജർ ആണ്. ഇന്റിജർ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതും? ആ ആൻസർ എക്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? -2. നമുക്ക് അത് കണ്ടെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങ് വരച്ചു നോക്കിയാൽ മതി. 0, ഇത് -1, ഇത് -2. -2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പർ അല്ലെ, അങ്ങോട്ടേക്ക് അങ്ങ് പോകും. എക്സ് -2നെക്കാട്ടി വലുതാണ് എന്നാണ് മീനിങ്. -2നെക്കാട്ടി വലുതായ ഇന്റിജേഴ്സ്. അപ്പൊ -2 ഉൾപ്പെടുന്നുണ്ടോ? ഉൾപ്പെടുന്നില്ല. ഉൾപ്പെടുന്നെങ്കിൽ ഒരു ഈക്വൽ ടു സിമ്പലും കൂടെ ഉണ്ടായിരുന്നേനെ. ഓക്കെ, അപ്പൊ -1 മുതലേ ഉള്ളൂ. -1, 0, 1, 2, 3 എക്സെട്ര. ഇതാണ് സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ, ഫസ്റ്റ് ആൻസർ.
ഇനി രണ്ടാമത്തത് എക്സ് റിയൽ നമ്പറാണ്. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ നമ്പേഴ്സ് കാണും അല്ലെ. നമ്മൾ ഫസ്റ്റ് സെറ്റിന്റെ ചാപ്റ്ററിൽ ഇന്റർവെൽസ് ആക്കി പഠിച്ചിരുന്നു. അപ്പൊ -2 ഉൾപ്പെടാതെ നമുക്ക് -2 തൊട്ട് അങ്ങേ അറ്റം വരെ, അതായത് ഇൻഫിനിറ്റി വരെ പോകണം. അപ്പം ഇൻഫിനിറ്റിയിൽ എന്തായാലും ഒരു ഓപ്പൺ ഇന്റർവൽ ആയിരിക്കും. -2 ഉൾപ്പെടാതെ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ ഇന്റർവൽ കൊടുത്താൽ മതി. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. എക്സസൈസ് 6.1 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസ് ആണിത്. 5th മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ദ ഇനീക്വാളിറ്റീസ് ഫോർ റിയൽ എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം റിയൽ നമ്പർ ആണ്, എക്സ് ഒരു റിയൽ നമ്പർ ആണ്. നമ്മൾ നേരത്തെ കണ്ടു, എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ ഇന്റർവെൽ ആയിട്ടായിട്ടും ആയിരിക്കും ഇത് എഴുതുന്നത്, അതിന്റെ സൊല്യൂഷൻ എഴുതുന്നത്. എക്സ് ഈസ് എ റിയൽ നമ്പർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അപ്പോൾ 4x + 3 < 6x + 7 നമ്മൾ = ആയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാം. അതേ മെത്തേഡിൽ തന്നെയാണ് <= അതല്ല ഇനീക്വാളിറ്റി വന്നാലും ചെയ്യേണ്ടത്. ആ നെഗറ്റീവ് നമ്പേഴ്സ് മാത്രം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് മാറും. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. എക്സ് എല്ലാം കൂടി ഒരു സൈഡിലേക്കും മറ്റേ നമ്പേഴ്സ് എല്ലാം കൂടി മറു സൈഡിലേക്കും കൊണ്ടുപോവാണ് നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. That is 4x + 3. ആ ഇക്വേഷൻ ആദ്യം എഴുതാം, ഇനീക്വാളിറ്റി ആദ്യം എഴുതാം. 4x + 3 < 6x + 7. അപ്പം ഈ 6x ഇങ്ങ് വിളിക്കാം, -6x < 7 അവിടെ ഉണ്ട്, -3. അപ്പം 4x - 2x എന്ന് പറഞ്ഞാൽ -2x ആണ്. ഓക്കെ, <7 - 3 എന്ന് പറഞ്ഞാലോ 4 ആണ്. ഇനി -2നെയാണ് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇനീക്വാളിറ്റി ഓപ്പോസിറ്റ് ആവും, എക്സ് > 4/-2. ഓക്കെ, അപ്പോൾ ഇത് which implies എക്സ് > -2. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയത്. ഇത് ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോഴും which implies എന്ന് എഴുതിക്കോണം. അപ്പൊ എക്സ് < -2 എന്നാണ് കിട്ടിയത്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇവിടെ ഒരു 0 വരും, -1 -2. -2 മുതൽ -2ൽ നിന്നും -2 മുതലുള്ള അങ്ങോട്ടേക്കുള്ള നമ്പേഴ്സ്, അതായത് -2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്കി എല്ലാ നമ്പേഴ്സും എക്സിന് വലുതായിരിക്കും. എക്സ് > -2. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ -2 എന്ന നമ്പർ വരുന്നില്ല, കാര്യം = സൈൻ കൂടെ ഉണ്ടെങ്കിലേ -2 എന്ന നമ്പറും വരുള്ളൂ. അപ്പൊ നമ്മൾ ഇന്റർവൽ എഴുതേണ്ടത് ഓപ്പൺ ഇന്റർവൽ -2 തൊട്ട് എവിടം വരെ, ലാസ്റ്റ് വരെ, ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ ഇതാണ് സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും എക്സ് എന്നൊരു റിയൽ നമ്പർ ആണ്. അപ്പൊ ഇനീക്വാളിറ്റി ഒന്ന് എടുത്ത് എഴുതണം. 3x - 7 > 5x - 1. എക്സ് എല്ലാം ഒരു സൈഡിലേക്ക്. 3x - 5x > -1 അവിടെ ഉണ്ട്, +7. That is -2x implies set ഇപ്പോൾ എഴുതിയേക്കാം. imply -2x > 6. x < 6/-2. എന്താ ലെസ് വന്നത്? -2 ആണ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയത്, അതുകൊണ്ട്. അടുത്ത സ്റ്റെപ്പായിട്ട് which implies x < -3. അപ്പൊ -3യിൽ നിന്ന് ചെറുതായിരിക്കുന്ന വാല്യൂസ് ആണ് എക്സിനുള്ളത് അല്ലെ. നമ്പർ നമ്മൾ വരച്ചാൽ ആക്സസ് വരയ്ക്കുമ്പോൾ റിയൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ 0, ഇവിടെ -1 -2 -3. -3ക്ക് ചെറുതായിട്ടുള്ള നമ്പേഴ്സ്, ഈ ഒരു നമ്പേഴ്സ് ആയിരിക്കും ഇവിടെയുള്ള ഇന്റർവെൽ ആണ് ഇവിടെ വരേണ്ടത് അല്ലെ. -3ക്ക് ചെറുതായിട്ടാണ് എക്സിന്റെ വാല്യൂസ് കിടക്കുന്നത്. ഏറ്റവും വലിയ വാല്യൂ -3 ആണ്. അപ്പൊ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? -∞ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എവിടം വരെ? -3 വരെ. ഓപ്പൺ ഇന്റർവെൽ ആണ് -3. -3 < > ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ എഴുതാമായിരുന്നു. ഇൻഫിനിറ്റിയുടെ സ്ഥലത്ത് എപ്പോഴും ഓപ്പൺ ഇന്റർവെൽ ആണ് എഴുതുന്നത്. ദിസ് ഇസ് ദ ആൻസർ. നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് സൊല്യൂഷൻ സെറ്റ് ഈസ് അങ്ങനെ എഴുതണം. സൊല്യൂഷൻ സെറ്റ് ഈസ് -∞ -3 എന്ന ഓപ്പൺ ഇന്റർവൽ. അടുത്ത 7th ക്വസ്റ്റ്യൻ 3 × x - 1 < ≤ 2 × x - 3. അപ്പൊ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ. 3 അതൊന്ന് എടുത്ത് എഴുതാം നമുക്ക്. 3 × x - 1 < ≤ 2 × x - 3. That is 3x - 3 < ≤ 2x - 6. എക്സ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 3x - 2x < ≤ -6 + 3. That is x < ≤ -3. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. വീണ്ടും ഇംപ്ലൈസ് എഴുതാൻ മറന്നുപോയി, നിങ്ങൾ മറക്കരുത്.
എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ നമ്പർ ഒരു റിയൽ ലൈൻ വരയ്ക്കുക. -0, -1, -2, -3. അപ്പോൾ -3യിൽ നിന്ന് എന്താണ്, -3യിൽ നിന്ന് ചെറുതായുള്ള വാല്യൂ ആണ്, പക്ഷെ -3യും കൂടി ഉൾപ്പെടും അല്ലെ. -3യിൽ നിന്ന് ചെറുതായ വാല്യൂസ് ആണ്, പക്ഷെ -3യും കൂടി അതിനകത്തുണ്ട്. അപ്പൊ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സൊല്യൂഷൻ സെറ്റ്? സൊല്യൂഷൻ സെറ്റ് ഈസ് -∞ തൊട്ട് എവിടം വരെ? -3 വരെ. പക്ഷെ -3യും കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെ വായിക്കുന്നത്? ഹാഫ് ഓപ്പൺ -∞ -3. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 3 × 2 - x greater than or equal to 2 × 1 - x. മൾട്ടിപ്ലൈ ചെയ്യാം. 6 - 3x greater than or equal to 2 - 2x, which implies -3x ഔട്ടേരെ, എന്നിട്ട് -2x ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പൊ ഇത് കൊണ്ടുവരുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേന്ന് ചോദിക്കുക. അങ്ങനെയുള്ള കൺഫ്യൂഷൻ വേണ്ട. നമ്മളിപ്പോ ഒരു 2-3 ടേംസ് ആകുമ്പോൾ പ്രശ്നമില്ല. ഒറ്റ ടേം ആയിട്ട് കിടന്നിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, മൈനസിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഓപ്പോസിറ്റ്, ഇനീക്വാളിറ്റി ഓപ്പോസിറ്റ് ആവേണ്ടത്. അപ്പൊ -3x ഇവിടെ 2ന്റെ കൂടെ കിടക്കുന്ന -2x ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതിനകത്ത് മാറ്റേണ്ട കാര്യമില്ല. +2x greater than or equal to 2 അവിടെ ഉണ്ട്. +6നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -6. ഓക്കെ, ഇവിടെ -x greater than or equal to 2 - 4 എന്ന് പറഞ്ഞാൽ 2 - 6 എന്ന് പറഞ്ഞാൽ -4. ഇനി നമുക്ക് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഇനീക്വാളിറ്റി തിരിഞ്ഞു വരും. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പം x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 നമ്മൾ റിയൽ ലൈൻ വരയ്ക്കുമ്പോൾ 0, 1, 2, 3, 4. 4 ഇവിടെയാണ്. 4ന് ചെറുതായുള്ള നമ്പേഴ്സ് അല്ലെ, മാക്സിമം വാല്യൂ 4 ആണ്. 4ന് ചെറുതായിട്ടാണ് x നിൽക്കുന്നത്. 4 ഉൾപ്പെടുന്നുണ്ട്. സൊല്യൂഷൻ സെറ്റ് ഈസ് -∞ തൊട്ട് തുടങ്ങി എവിടം വരെ? 4 വരെ. 4 ഉൾപ്പെടുന്നു. ക്ലോസ്ഡ് ഇന്റർവൽ 4. ഹാഫ് ഓപ്പൺ ഇന്റർവൽ -∞ 4 is the solution set of this question. 9th ക്വസ്റ്റ്യൻ ഇതാണ്. x plus x/2 plus x/3 less than 11. നമുക്ക് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന കണക്ക് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. +x/3 less than 11. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം 2 എണ്ണം ചെയ്യാം അല്ലെ. അപ്പൊ ഒരുമിച്ച് ചെയ്യാം, കുഴപ്പമില്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും അത് അറിയണമെന്നില്ല. അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി 2 എണ്ണം വീതം ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് കോമൺ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ എഴുതുന്നു. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2x plus x plus x/3 less than 11. 2x plus x എന്ന് പറയുന്നത് 3x/2 plus x/3 less than 11. ഇനിയും 2 എണ്ണം കൂടി ഉണ്ട്. 2 എണ്ണം അതും കൂടി ആഡ് ചെയ്ത് എഴുതാം. 2 × 3 is 6, കോമൺ ഡിനോമിനേറ്റർ. 3 × 3x is 9x plus 2 × x is 2x less than 11. അപ്പോൾ 9 plus 2 11x ആണ് by 6 less than 11, which is equal to x less than 11 into 6 by 11. അപ്പോൾ 11 and 11 cancel ചെയ്ത് പോവും, which implies x less than 6. x less than 6 എന്നുള്ളൊരു കണ്ടീഷൻ കിട്ടി. നമുക്ക് റിയൽ ലൈൻ വരയ്ക്കാം. 0, 1, 2, 3, 4, 5, 6 എന്ന നമ്പർ ഇവിടെയാണ്. ഇവിടെ വേണമെങ്കിലും വരയ്ക്കാം. ഇതൊന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 6 എന്ന നമ്പർ ഉണ്ട്. 6ൽ നിന്ന് കുറവുള്ള വാല്യൂസ് ആണ് x എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ വരും? സൊല്യൂഷൻ സെറ്റ് ഈസ് -∞ 6 ഉൾപ്പെടുന്നില്ല. ഓപ്പൺ ഇന്റർവൽ ആണ്. മൈനസിന്റെ അടുത്ത് എപ്പോഴും, ഇൻഫിനിറ്റിയുടെ അടുത്ത് എപ്പോഴും ഓപ്പൺ ഇന്റർവൽ ആണ്. അപ്പൊ സൊല്യൂഷൻ സെറ്റ് ഈസ് -∞ 6. x/3 greater than x/2 plus 1. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. x/3 greater than x/2 plus 1. നമുക്ക് ഈ ഒരു xന്റെ ടേം മാത്രം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. x/3 minus x/2 greater than 1. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഫ്രാക്ഷൻ പോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 2s are 6, 6 കോമൺ ഡിനോമിനേറ്റർ, 2x minus 3x greater than 1, which implies
2x minus 3x എത്രയാണ്? മൈനസ് എക്സ് ആണ്. മൈനസ് എക്സ് ബൈ 6 ഗ്രേറ്റർ ദാൻ 1. which implies minus x greater than 6. ഈ 6നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. നമുക്കിനി മൈനസിന്റെ സിമ്പിൾ മാറ്റണം. എക്സ് ലെസ് ദാൻ മൈനസ് 6. ഓക്കെ, എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. മൈനസ് എക്സ് ആണ് ഇവിടെ കിടക്കുന്നത്, അതിനെ എക്സ് ആക്കിയപ്പം മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് മീനിങ്. അപ്പൊ ഗ്രേറ്റർ ദാൻ അങ്ങ് ലെസ് ദാൻ ആയി. ഓക്കെ, റിയൽ ലൈൻ എഴുതി. -6 എന്നൊരു പോയിന്റ്, -6 എന്ന പോയിന്റിൽ നിന്ന് ലെസ് ദാൻ ആയിരിക്കും അല്ലെ, -6നും കുറവായിരിക്കും എക്സിന്റെ വാല്യൂ. അപ്പൊ ഇങ്ങനെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, കുറവായിരിക്കും. എവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും? -∞ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സൊല്യൂഷൻ സെറ്റ് ഈസ് -∞ -6. -6ന്റെ ഇവിടെ ഓപ്പൺ ഇന്റർവൽ ആയിരിക്കും. ഇവിടെ 3 × x - 2 by 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 2 - x by 3. അപ്പൊ ആദ്യം നമുക്ക് ഈ 5ഉം 3ഉം അപ്പുറം ഇപ്പുറം കൊണ്ടുപോവാം. അതായത് ഈ 3യെ ഇങ്ങനെ വിളിക്കാം. അതായത് 3 × x - 2 × 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 5 × 5 × 2 - x. ഇനി നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. which implies 3 × 3 9 ആണ്. 9x minus 9 × 2 18 less than or equal to 5 × 5 25 ആണ്. 25 × 2 50 minus 25x. നേരത്തെ ചെയ്ത കണക്ക് തന്നെ 9x എക്സിനെ എങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവരണം. പ്ലസ് 25x ലെസ് ദാൻ or equal to 50 മൈനസ് 18 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. പ്ലസ് 18 എത്ര വന്നു? 25ഉം 9ഉം കൂടി എത്രയാണത്? 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 പ്ലസ് 18 എന്ന് പറയുന്നത് 68, which implies x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68/34. 68/34ന്റെ ആൻസർ 2 ആണ്. which implies x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം? ഇവിടെ ഒരു 2 ആണ് മാർക്ക് ചെയ്താൽ 2ന് ചെറുതായിട്ടുള്ള വാല്യൂസ് ആണ് പറഞ്ഞേക്കുന്നത്. 2 ആണ് മാക്സിമം വാല്യൂ. 2ന് അല്ലെ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പൊ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതും? സൊല്യൂഷൻ സെറ്റ് ഈസ് 2ന് ചെറുതായിട്ടുള്ള വാല്യൂസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? -∞ മുതൽ 2 വരെ സ്റ്റാർട്ട് ചെയ്യുന്നു. 2 ഉൾപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഒരു ഈക്വൽ ടു സൈൻ കിടപ്പുണ്ട്, അതുകൊണ്ട് 2 ഉൾപ്പെടുന്നു. അതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ, അതായത് ഹാഫ് ഓപ്പൺ ഇന്റർവൽ -∞ 2. ഈ ക്വസ്റ്റ്യനും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിയും. 1/2 നമുക്ക് 2/2 അങ്ങ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 3 അങ്ങ് ഇപ്പുറത്തേക്കും കൊണ്ടുപോകാം. ഓക്കെ, 3 × 3x by 5 plus 4 greater than or equal to 2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. 2 × x - 6. ക്ലിയർ ആയല്ലോ? 3യെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ട് ഇൻറ്റു ചെയ്തു, 2യെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 3x by 5 that is 9x by 5 plus 12 greater than or equal to implies ഇടണം greater than or equal to 2x minus 12, which implies 9x by 5 ഈ 2x ഇപ്പുറത്ത് കൊണ്ടുപോകാം. -2x greater than or equal to -12 അവിടെ ഉണ്ട്. അപ്പുറത്ത് ഈ 12ഉം കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വീണ്ടും -12, which implies നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 5 കോമൺ ഡിനോമിനേറ്റർ 9x minus 5 2s are 10x greater than or equal to -24. 12 plus 12 24 ആണ്. which implies -x by 5 greater than or equal to -24, which implies -x greater than or equal to -24 into 5 minus x greater than or equal to 24,120. ഒരു നെഗറ്റീവ് സിംബലും കൂടി ഉണ്ട്. അപ്പോ ഇനി നമുക്ക് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120 ആകും അല്ലെ. അപ്പോൾ ഒരു റിയൽ ലൈനിൽ 120 എന്ന മാർക്ക് ചെയ്താൽ അതിൽ ചെറുതായിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ സൊല്യൂഷൻ സെറ്റ് ഈസ് -∞ 120. 120 ഉൾപ്പെടുന്നുണ്ട് അല്ലെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോ അത് ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. ഇത് ശ്രദ്ധിക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുന്റെ ഓപ്പോസിറ്റ് സിമ്പിൾ ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇവിടെയും ഈക്വൽ ടു വേണം. ഈക്വൽ ടു ഇല്ല എങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എഴുതുമ്പോൾ ഈക്വൽ ടു എഴുതരുത്.
അപ്പോൾ ഇവിടെ ഉണ്ട് 120 ഉൾപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ എഴുതി -∞. അപ്പോൾ 2 × 2x + 3 -10 < 6 × x - 2. അപ്പോൾ 2 × 2x + 3 അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ 4x + 6 -10 < 6x - 12. ഇനി നമുക്ക് ഈ എക്സ് എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ എക്സ് കിടപ്പുണ്ട് 4x, -6 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -6x. ബാക്കി നമ്പേഴ്സ് എല്ലാം മറു സൈഡിലേക്കും -12 അവിടെ ഉണ്ട്, -6 + 10 which implies -2x ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -18 ആവും. -18 + 10 is -8 which implies ഇനി -2നെയാണ് നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ മാറി ഗ്രേറ്റർ ദാൻ ആവും. -8/-2 -2 മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ ഈ ടേംസിന്റെ കൂടെ കിടന്നിട്ട് കൊണ്ടുപോകുമെങ്കിൽ പ്രശ്നമില്ല, പ്ലസ് തന്നെയായിട്ട് കൊണ്ടുപോകും, പ്ലസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ അത് -co + co ചെയ്യുകയാണ്. ഇവിടെ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണ്, മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ സിമ്പിൾ മാറും, ഇനീക്വാളിറ്റി ഓപ്പോസിറ്റ് ആവും. -2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എക്സ് ഗ്രേറ്റർ ദാൻ 4 വന്നു അല്ലെ. അപ്പൊ നമുക്ക് റിയൽ ലൈനിൽ 4 എഴുതി കഴിഞ്ഞാൽ 4ന് വലുതായിട്ടുള്ള വാല്യൂസ് ആണ് എക്സ് എന്ന് പറയുന്നത്, വലുതായിട്ടുള്ള വാല്യൂസ്. അപ്പൊ സൊല്യൂഷൻ സെറ്റ് ഈസ് 4 തൊട്ട് തുടങ്ങി ഇൻഫിനിറ്റി വരെ പോയി. 4 ഉൾപ്പെടുന്നില്ല, ഓപ്പൺ ഇന്റർവൽ ഇൻഫിനിറ്റി നമ്മൾ ഓപ്പൺ ഇന്റർവലിനെ എഴുതുള്ളൂ. അപ്പൊ സൊല്യൂഷൻ സെറ്റ് ഈസ് ഓപ്പൺ ഇന്റർവൽ ഫോർ ഇൻഫിനിറ്റി. 14ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെ ഒന്ന് റെഡിയാക്കി എഴുതാം നമുക്ക്. 37 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -3x -5 greater than or equal to 9x -8x plus 8 3s are 24. ഇനി നമുക്ക് എക്സിനെല്ലാം മാറ്റി എഴുതി എക്സിനെ അവിടെ തന്നെ ഇട്ടിട്ട് മറ്റു നമ്പേഴ്സിനെല്ലാം റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. -3x ഈ -8xും 9xും അല്ലെ, 9x -8x ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ 9x -8x x ആണ്, ആ എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാലും മതി. അപ്പൊ അതുകൂടി ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് പരിപാടി നോക്കാം. 37 - 5 is 32 -3x greater than or equal to 9x -8x is x plus 24 which implies -3x അവിടെ ഇട്ടു, പ്ലസ് എക്സ് ആണ് ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ -x ആയി, greater than or equal to 24 അവിടെ ഇട്ടു, 32 വെച്ചിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി -32 ആയി, which implies -4x greater than or equal to 24 - 32 അല്ലെ. അപ്പൊ -8 വരും, which implies നമ്മൾ -4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x less than or equal to -8/-4 which is equal to x less than or equal to 2 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ റിയൽ ലൈനിൽ 2 എന്ന നമ്പർ എടുത്താൽ 2ൽ ചെറുതായിരിക്കുന്ന വാല്യൂസ്, ഇങ്ങോട്ടേക്കുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. സൊല്യൂഷൻ സെറ്റ് ഈസ് -∞ തൊട്ട് എവിടം വരെ 2 വരെ, 2 ഉൾപ്പെടുവല്ലോ, ഈക്വൽ ടു സൈൻ ഉണ്ട്. അപ്പം ക്ലോസ്ഡ് ഇന്റർവൽ എഴുതുക, ഹാഫ് ഓപ്പൺ ഇന്റർവൽ -∞ to 15th ക്വസ്റ്റ്യൻ. x/4 ലെസ് ദാൻ, നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യണം. അതായത് ഫ്രാക്ഷൻ ആണ്, ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന കണക്ക് സാധാരണ പോലെ ആഡ് ചെയ്യുന്ന കണക്ക് ചെയ്യാം. സബ്ട്രാക്ഷൻ ആണ്, ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ഈസ് 3ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് 15. അതാണ് കോമൺ ഡിനോമിനേറ്റർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 5x - 2 മൈനസ്, ശ്രദ്ധിച്ച് ചെയ്യണം, മൈനസും പ്ലസ് ഒന്നും മാറിപ്പോരുത്, -3 × 7x - 3 which implies x/4 less than. അപ്പൊ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്ക്. 5 × 5 is 25x -10 -3 × 7x is 21x minus into minus plus 3 to 3 9 by 15 which implies x/4 less than മോളിൽ എന്ത് വരും 25x ഉം minus 21x ഉം that is 4x ഉണ്ട്. അതുപോലെ -10 ഉം +9 ഉം -1 by 15. ഇനി നമുക്ക് ഈ 15നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, 4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം.
that is x by 4 അല്ല x less than ഈ 4നെ നമുക്ക് റൈറ്റ് സൈഡിലേക്കും 15നെ ലെഫ്റ്റ് സൈഡിലേക്കും, that is 15x less than 4 into 4x minus 1, which implies 15x less than 4 into 4 16x ആണ്, minus 4. 15x minus 16x less than, ഈ 16x ഉണ്ടെങ്കിൽ ഇപ്പുറത്തുകൊണ്ട് മൈനസ് ചെയ്തു, less than minus 4, which implies minus x less than minus 4. നമുക്കൊരു -1 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും മൈനസ് വെച്ച് ചെയ്താൽ സിമ്പിൾ മാറും, x ഗ്രേറ്റർ ദാൻ 4 ആകും. എന്ന് വെച്ചാൽ റിയൽ ലൈനിൽ 4 എടുത്തു, 4നെ കാട്ടി വലിയ വാല്യൂസ് ആണ് x എന്ന് പറയുന്നത്, 4നെ കാട്ടി വലിയ വാല്യൂ റൈറ്റ് സൈഡിലേക്ക് പോകും. ദാറ്റ് ഈസ് സൊല്യൂഷൻ സെറ്റ് ഈസ് 4 ഇൻഫിനിറ്റി, 4 ഓപ്പൺ ഇന്റർവൽ, ഇൻഫിനിറ്റിയും ഓപ്പൺ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി 2x minus 1 by 3 greater than or equal to 3x minus 2 by 4 minus 2y minus x by 5. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഇവിടുത്തെ ഈ റൈറ്റ് സൈഡിലെ ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2x minus 1 by 3 greater than or equal to, ഇവിടുത്തെ കോമൺ ഡിനോമിനേറ്റർ 20, 4 into 5. ഈ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 5 into 3x minus 2 minus 4 into 2 minus x. That is 2x minus 1 by 3 greater than or equal to 5 3s are 15x minus 10 minus 4 വെച്ച് ചെയ്യുമ്പോൾ minus 8 plus 4x. Denominator ഉണ്ട് 20. Implies 2x minus 1 by 3 greater than or equal to 15x ഉം 4x. That is 19x minus 18. 10ഉം 8ഉം minus 18 divided by 20. ഇനി നമുക്ക് 20 ലെഫ്റ്റ് സൈഡിലേക്കും 3 റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകാം. 20 into 2x minus 1 greater than or equal to 3 into 19x minus 18, which implies 40x minus 20 greater than or equal to 3 into 19. 57x minus 18 into 3 is 54, which implies 40x minus 57x greater than or equal to minus 54 plus 20, which implies minus 17x greater than or equal to minus 34. നമ്മൾ -17 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -34 by -17, which implies x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ 2 എന്ന നമ്പർ ലൈനാണ്. റിയൽ ലൈനിലെ 2 എടുക്കുമ്പോൾ 2വിനെയും കാട്ടി ചെറിയ വാല്യൂസ് ആയിരിക്കും എക്സിന് ഉള്ളത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ സെറ്റ് എഴുതാം. സൊല്യൂഷൻ സെറ്റ് ഈസ് -∞ 2. 2 എന്ന പോയിന്റ് ഉൾപ്പെടുന്നുണ്ട്, ഈക്വൽ ടു സൈൻ ഉണ്ട്, അതുകൊണ്ട് ഇത് ഇൻക്ലൂഡഡ് ആണ്. -∞